ചാത്തൻ, യക്ഷി ഇവരൊക്കെ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ കാരണം അവരുടെ തലം നമ്മുടെ ഭൂതലത്തിന് മുകളിലാണ്. ഇവരുടെ ശരീരം ആസ്ട്രൽ ബോഡിയാണ്. ആസ്ട്രൽ ബോഡി ആയതുകൊണ്ട് അവർ കൽപ്പിക്കുന്നത് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടെങ്കിലാണ് അലൗകികമായ സുഖം ലഭിക്കുന്നത്. അലൗകികമായ സുഖം ലഭിക്കുന്നത് ഫിസിക്കൽ ബോഡിയിലാണെന്നാണ് ഇവരൊക്കെ കൽപ്പിക്കുന്നത്. ഒരു ഗർഭാശയത്തിൽ കയറാൻ വയ്യാതെ വരുമ്പോൾ, ഗർഭാശയത്തിൽ അങ്ങനെ കയറാൻ പറ്റില്ല, അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയോഗമില്ലാണ്ട് ഗർഭാശയത്തിൽ കയറാൻ പറ്റില്ല. ഇല്ലാതെ വരുമ്പോൾ മനുഷ്യനായി നടക്കുന്നവരിൽ പൊസസ് ചെയ്യുക, അല്ലെങ്കിൽ ആവേശിക്കുക, കഴുത്തിൻ്റെ പുറകുവശത്തുള്ള ഒരു അസ്ഥിയുടെ ഇടയിൽ കൂടെ ശരീരത്തിൽ കയറുക. അത് മറ്റു മാർഗ്ഗമേ ഉള്ളൂ, അത് ഒരു മാർഗ്ഗമേ ഉള്ളൂ. ബ്രെയിൻ ഒരു പ്രധാന ഘടകമാണ്. ബ്രെയിൻ കൊണ്ട് മാത്രമാണ് ഈ സാധനങ്ങളെല്ലാം സാധിക്കപ്പെടുന്നത്. ബ്രെയിൻ ഇല്ലാണ്ടുള്ള സാധനങ്ങളൊന്നും ഫലപ്രദമാകില്ല. അപ്പം ആ ബ്രെയിൻ ചുമ്മാതൊരു മൃഗത്തിൻ്റെ ബ്രെയിൻ പോരാ, ബുദ്ധിയുള്ള ഒരു ബ്രെയിൻ വേണം. അത് മനുഷ്യൻ്റെ ബ്രെയിനാണ്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം നിവൃത്തിയില്ലാതെ പൊസസ് ചെയ്യുകയാണ്. സർ, ഈ യക്ഷി, ചാത്തൻ, മാടൻ, അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ നമുക്ക് ഇപ്പോഴുമുണ്ട്. ഈ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പം യക്ഷിയെ തന്നെ നമ്മൾ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു സാരിയൊക്കെ കൊടുത്തൊരു പെൺസ്വരൂപിണിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചാത്തനാണെങ്കിൽ 2 കൊമ്പൊക്കെ വെച്ച്, അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ സങ്കല്പങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇങ്ങനൊരു സങ്കല്പം മാത്രമാണോ, അതോ ഇതിന് മറ്റൊരു തലങ്ങളുണ്ടോ? യക്ഷി, ചാത്തൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടും ദേവതാ രൂപത്തിലാണ് ഹിന്ദുക്കൾ കൊടുത്തിരിക്കുന്ന 2 സങ്കല്പങ്ങൾ, ചാത്തനും യക്ഷി. മാടൻ അതൊക്കെ ദേവതാ സ്വരൂപമല്ല, അതൊക്കെ പൈശാചിക സ്വരൂപങ്ങളാണ്. അപ്പോൾ ഏത് സ്വരൂപമായാലും ഇതെല്ലാം ആസ്ട്രൽ ബോഡിയാണ്, ശരീരമില്ലാത്ത ബോഡികൾ. അതിൽ ചാത്തൻ, യക്ഷി ഇവരൊക്കെ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ കാരണം അവരുടെ തലം നമ്മുടെ ഭൂതലത്തിന് മുകളിലാണ്. ഭൂതലത്തിന് മുകളിൽ എന്ന് വെച്ചാൽ ഭൂവർലോകം എന്ന് പറയുന്ന ഒരു തലത്തിലാണ് ഇവരുടെയൊക്കെ വാസം. ഏതാണ്ട് നമ്മുടെ പൊക്കിളിൻ്റെ സമമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അത് വേറൊരു തലമാണ്. ഞാൻ പറഞ്ഞു, ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കാണാൻ ആർക്കും പറ്റില്ല. ആ ഒരു തലത്തിലാണ് ഇവരുടെ വാസം. ഇവരുടെ ആഗ്രഹം ഒരു മനുഷ്യ ശരീരം കിട്ടണമെന്നാണ്. ഈ 2 വർഗത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യ ശരീരം കിട്ടണം എന്ന് വെച്ചാൽ ഇവരുടെ ശരീരം ആസ്ട്രൽ ബോഡിയാണ്. ആസ്ട്രൽ ബോഡി ആയതുകൊണ്ട് അവർ കൽപ്പിക്കുന്നത് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടെങ്കിലാണ് അലൗകികമായ സുഖം ലഭിക്കുന്നത്. അലൗകികമായ സുഖം ലഭിക്കുന്നത് ഫിസിക്കൽ ബോഡിയിലാണെന്നാണ് ഇവരൊക്കെ കൽപ്പിക്കുന്നത്. അതിനുവേണ്ടി ഫിസിക്കൽ ബോഡി കിട്ടാൻ വേണ്ടി അവർ ഭൂമിയിലും അലയാറുണ്ട്. അങ്ങനെ അലയുന്നവരാണ് ഫിസിക്കൽ ബോഡി ഒരു ഗർഭാശയത്തിൽ കയറാൻ വയ്യാതെ വരുമ്പോൾ, ഗർഭാശയത്തിൽ അങ്ങനെ കയറാൻ പറ്റില്ല, അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയോഗമില്ലാണ്ട് ഗർഭാശയത്തിൽ കയറാൻ പറ്റില്ല. ഇല്ലാതെ വരുമ്പോൾ മനുഷ്യനായി നടക്കുന്നവരിൽ പൊസസ് ചെയ്യുക, അല്ലെങ്കിൽ ആവേശിക്കുക, കഴുത്തിൻ്റെ പുറകുവശത്തുള്ള ഒരു അസ്ഥിയുടെ ഇടയിൽ കൂടെ ശരീരത്തിൽ കയറുക. അത് മറ്റു മാർഗ്ഗമേ ഉള്ളൂ, അത് ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് ഒഴിവാക്കാനാണ് ചിലർ ഉറൂസൊക്കെ കെട്ടി പുറകിൽ ഒക്കെ ഓരോന്ന് ഇട്ട് കെട്ടാറുണ്ട്. അത് അതിനു വേണ്ടിയാണ്. അത് കറക്റ്റ് പൊസിഷൻ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? അത് മറ്റൊരാളുടെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ നോവലുണ്ട്, ഇന്ദുലേഖ. ഇന്ദുലേഖയിൽ ഒരു നമ്പൂതിരിയുണ്ട്, സൂര്യ നമ്പൂതിരിക്ക് ഇന്ദുലേഖയെ കിട്ടാൻ വന്നപ്പോൾ വേലക്കാരിയെ കിട്ടിയ ഒരു കഥ അതിനകത്ത് പറയുന്നുണ്ട്. ഇന്ദുലേഖ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. വേലക്കാരിയെ കിട്ടിയ ഒരു ആദ്യത്തെ ഫസ്റ്റ് നോവലാണ് മലയാളത്തിൽ. ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അവർക്കൊരു ഗർഭാശയത്തിൽ കയറാൻ വയ്യാതെ വരുമ്പോൾ അവൻ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊസസ് ചെയ്യുന്നതാണ് ഒരു ശരീരത്തോട്ട്. എന്നാലും ഒരു സംതൃപ്തരല്ല. അവരാഗ്രഹത്തിന് വേണ്ടി ഈ നമ്മുടെ മനസ്സ് അവർക്ക് ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ നമ്മുടെ ശരീരത്തിൽ ഉപദ്രവിക്കും. എന്തായിരിക്കും അവരുടെ ആഗ്രഹം? അവരുടെ ആഗ്രഹം മനുഷ്യ ശരീരം സ്വയമേവ അവർക്ക് കിട്ടണം. മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ, അവരുടെ അന്നേരത്തെ ആഗ്രഹം മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ സാധന ചെയ്തിട്ട് പരമാത്മാവിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. വേറൊരു ശരീരത്തിലും പറ്റില്ല. ദേവന്മാർക്ക് പോലും സാധിക്കില്ല. മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. മനുഷ്യ ശരീരത്തിന് വേണ്ടിയല്ലേ അത്. സ്വയം കാലേകാലോ എന്നും പറഞ്ഞ്
നമ്മുടെ നാരായണീയത്തിൽ പറയുന്ന അതുകൊണ്ടല്ലോ എത്രയോ കാലങ്ങളായിട്ട് ഓരോ ദേവതകൾ വിചാരിക്കുന്നു എനിക്ക് മനുഷ്യനായി ജനിച്ച് മുക്തി നേടണമെന്ന്, അതിനുള്ള ഭാഗ്യം എനിക്ക് തരണേ നാരായണ എന്നും പറഞ്ഞ് നാരായണത്തിൽ പറയുന്നതാണ്. അപ്പോൾ മനുഷ്യൻ അത്ര വിലപ്പെട്ട ഒരു ജീവനാണ്, പക്ഷേ മനുഷ്യൻ ആ വില അറിയില്ല. ദേവന്മാരെക്കാട്ടിലും മഹത്തായിട്ടുള്ള ഏറ്റവും വലിയ ജീവനാണ്, ഏറ്റവും ഉയരത്തിലുള്ള സ്വയം കാലേ കാലോ ജയതി തവ വിഭോ എത്ര സങ്കീർത്തനാർദ്ദേ ആദ്യർ നിർയജ്ഞേരവ. ഒരു യത്നവും കൂടാതെ മനുഷ്യനായാൽ പെട്ടെന്ന് മുക്തിപഥത്തിലേക്ക് എത്താം. മറ്റവരെത്ര ശ്രമിച്ചാലും എത്താനേ പറ്റില്ല, കാരണം അവർക്ക് ബ്രെയിനില്ല. ബ്രെയിൻ ഒരു പ്രധാന ഘടകമാണ്. ബ്രെയിൻ കൊണ്ട് മാത്രമാണ് ഈ സാധനങ്ങളെല്ലാം സാധിക്കപ്പെടുന്നത്. ബ്രെയിൻ ഇല്ലാനുള്ള സാധനങ്ങളൊന്നും ഫലപ്രദമാകില്ല. അപ്പം ആ ബ്രെയിൻ ചുമ്മാതൊരു മൃഗത്തിൻ്റെ ബ്രെയിൻ പോരാ, ബുദ്ധിയുള്ള ഒരു ബ്രെയിൻ വേണം. അത് മനുഷ്യൻ്റെ ബ്രെയിനാണ്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം നിവൃത്തിയില്ലാതെ പൊസസ് ചെയ്യുകയാണ്. ഒരു ഗർഭാശയത്തിൽ കയറാൻ വയ്യാതെ പൊസസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ചെയ്താലും പ്രയോജനമില്ലെന്ന് കാണുമ്പോൾ ആ ശരീരത്തെ ഉപദ്രവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കുടുംബത്തെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ ആരെങ്കിലും മന്ത്രവാദികളെ വിളിച്ച് അതിനെയൊക്കെ ബന്ധിച്ചോ അല്ലെങ്കിൽ എവിടെയും തീക്കളയോ ഒക്കെ ചെയ്ത് എങ്ങനെ ഓടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവരെ ആരാധിക്കുന്നത്? അവരെ ആരാധിക്കുന്നത് ഇതിങ്ങനെ ആവാഹിച്ച് എവിടെ കൊണ്ടുവെക്കണം എന്ന് തന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയും, ആ ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഒരു കുരിശാല കെട്ടി അവിടെ വെച്ചേരെന്ന് പറയും. തന്ത്രിമാരായി ചെയ്യിക്കുന്നത്. അവിടെ കൊണ്ട് കുരിശാല വെക്കും. നമ്മളിതൊന്നും അറിയുന്നില്ല, അവിടെ ഒരു പുതിയ ദൈവം അവിടെ ഇരിക്കുന്നു, അതിനെ തൊഴുതിട്ട് പോരും. അതാ സംഭവിക്കുന്നത്. ദോഷമായിട്ട് നെഗറ്റീവാണ്, ദോഷമായിട്ടേ സംഭവിക്കുള്ളൂ. അതാ സംഭവിക്കുന്നത്. നമ്മൾ പ്രധാന ദേവനെ തൊഴാൻ പോയാൽ പ്രധാന ദേവനെയും വേണമെങ്കിൽ അതിൻ്റെ ഉപദേവനെയും വേണമെങ്കിൽ തൊഴാം. ഞാൻ പോകാനിടത്തും വലുതായിട്ട് ഇപ്പോഴെങ്ങും പോകാറില്ല. പോകുമായിരുന്നു, അതും ഭക്തിക്ക് വേണ്ടിയൊന്നുമല്ല, ചുമ്മാ പോകുന്നതാണ്. അതൊരു രഹസ്യത്തിന് വേണ്ടി ഗുരുവായൂർ പോലുള്ളിടത്തൊക്കെ പോകുമായിരുന്നു. അതും ഒന്നും മനസ്സ് വിചാരിക്കാതെ എവിടെ ഇങ്ങനെ തൊഴുത് ഞാനിങ്ങ് പോരും. അല്ലാതെ എനിക്ക് വലിയ ഭക്തിയൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. കാരണം ഇതിനകത്തൊന്നും ഒന്നും ഇല്ലയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഞാനൊരു ഹിന്ദു എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഞാൻ ചെയ്യുമായിരുന്നു. വിശ്വാസം കൊണ്ടല്ല, ഹിന്ദു എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു തലത്തിലേക്ക് പോകണോ, അതോ ഇവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ തലത്തിൽ വരുത്തുക? അങ്ങനല്ലേ നമ്മുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതോ നമ്പൂതിരിമാരൊക്കെ യക്ഷികളെയൊക്കെ ഭാര്യമാരാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ ആ തലത്തിൽ നിന്ന് താഴെ തലത്തിലേക്ക് വരുത്തുക. അല്ലെങ്കിൽ ഭീഷ്മരുടെ കഥയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഗംഗാദേവിയെ വരുത്തുകയൊക്കെ ചെയ്തതായിട്ട്. അല്ലെങ്കിൽ അവരുടെ തലത്തിലേക്ക് ഉയർന്നു പോകുക. അപ്പം ഞാൻ ഒരു സന്യാസ സ്വാമിയുടെ കാര്യം പറഞ്ഞല്ലോ വണ്ടിത്താവളത്തുള്ളത്, അത് ആ തലത്തിലേക്ക് ഉയർന്നു പോവുക ചെയ്ത്. പറഞ്ഞത് മനസ്സിലായില്ലേ? ആ തലത്തിലേക്ക് ഉയർന്നു പോവുക ചെയ്ത് വണ്ടിത്താവളം സ്വാമി. രണ്ട് വിധത്തിലും ചെയ്യാം. എങ്ങനെ? ഒന്ന്, അവരെ നമ്മുടെ തലത്തിലേക്ക് മന്ത്രതന്ത്രാദികൾ കൊണ്ട് വരുത്താം, ഭൂമി തലത്തിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ഉയർന്ന് അവരുടെ തലത്തിലെത്താം. രണ്ടും ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? ഒന്നിൽ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അല്ലെ മുഹമ്മദ് പറഞ്ഞ പോലെ മല ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയുന്ന പോലെ തന്നെ അവർ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് ആ തലത്തിലോട്ട് ഉയർന്നു പോകാം. അങ്ങനെ നമ്മൾ ഉയർന്നു പോകുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുമോ? ദോഷങ്ങൾ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉയർന്നു പോയ സ്വാമികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ദോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് അദ്ദേഹം കുടുംബമൊന്നുമില്ല, ഒരു സന്യാസിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ദോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ശിഷ്യന്മാരെല്ലാം 4 വഴിക്കായി. അദ്ദേഹത്തിന് ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഇത് അപകടമുണ്ടാകും. ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതല്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതാ സംഭവിച്ചു. ഇപ്പോഴും ഉണ്ട്, ആളിപ്പോഴും ഉണ്ട് പാലക്കാട് വണ്ടിത്താവളം. അപ്പോൾ വണ്ടിത്താവളത്തിലല്ല, അപ്പോൾ അദ്ദേഹം വയനാട്ടിലാണ് താമസം. നമുക്കിങ്ങനെ കുറേ കൊച്ചു ആളുകൾ ഒരുപാടുണ്ട് ഇതുകൂട്ടുള്ള ആസ്ട്രൽ എനർജികൾ. അപ്പം ഇവരെ ഒന്ന് നമ്മൾ അടുത്ത് ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ആത്മാവുണ്ട്, അതിൻ്റെ എനർജി ഉണ്ട്. അതിനെ വിട്ടുകളിച്ചുള്ള ഒരു പണിയും ചെയ്യാതിരിക്കുക എന്ന് ആര് വിചാരിക്കുന്നുവോ അവർക്ക് വലിയ ഗുണമൊന്നും ഭൂമിയിൽ കിട്ടിയില്ലെങ്കിലും വലിയ ഗുണങ്ങൾ പിന്നീട് കിട്ടും, അല്ലെങ്കിൽ അടുത്ത ജന്മത്ത് കിട്ടും, ചിലപ്പോൾ ഇവിടെ തന്നെ കിട്ടും. നമുക്ക് കിട്ടാതിരിക്കുന്ന ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മകൃതങ്ങളാണ്. അത് ഇതുകൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു നല്ല ദേവതയെ ആരാധിച്ചുകൊണ്ടൊന്നും പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ദോഷങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അത് അനുഭവിച്ച് തന്നെ തീരണം.